ഒരു ഇൻട്രോ ഉണ്ട്, അതൊരു 1.5 സാധനം. തിയേറ്റർ മസ്റ്റ് വാച്ച് പടമാണ്. ത്രില്ലിംഗ് ആണ്, നല്ല എൻഗേജിംഗ് ആണ്. അടിപൊളി പടം, അടിപൊളി. അഞ്ചാം ഭാര്യക്കാട്ടിലുണ്ടോ? അഞ്ചാം ഭാര്യ വേറെ ടൈപ്പ്, ഇത് വേറെ ടൈപ്പ് പടമാണ്. നല്ല എൻഗേജിംഗ് ആണോ? നല്ലൊരു പടം, അടിപൊളി. തിയേറ്റർ മസ്റ്റ് വാച്ച് പടമാണ്. ബിജിഎം എങ്ങനെയുണ്ട്? ബിജിഎമ്മും പടം രക്ഷയില്ല ബ്രോ, അടിപൊളി. നല്ല പടം, നല്ല പടം. ജയറാമിന്റെ കംബാക്ക് ആയിരിക്കും. നല്ല പടം. എക്സ്പെക്ട് ചെയ്തതിന് എത്രയുണ്ടായിരുന്നു? നല്ല പടം. അഞ്ചാം ഭാര്യ ലെവലുണ്ടോ അതോ വേറെ പടം? ഇത് വേറെ ലെവൽ പടം. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? നല്ല പടം. ബ്രോ നല്ല എൻഗേജിംഗ് ആണോ? എൻഗേജിംഗ് ആണ്. നല്ല പടം, നല്ല പടം. ബ്രോ എക്സ്പെക്ട് ചെയ്തതിന്റെ ലെവലുണ്ടോ? കൊള്ളാം, കുഴപ്പമില്ല. എക്സ്പെക്ട് ചെയ്തതൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. ബ്രോ എക്സ്പെക്ട് ചെയ്തതിന്റെ ലെവലുണ്ടോ? ഇല്ല, അത്രയും ഇല്ല. ജയറാമിന്റെ കംബാക്ക് ആയിരിക്കും. പടം അടിപൊളിയായിട്ട് നല്ല BGM ആണ്. മനസ്സിലല്ലേ, സ്റ്റോറി കൊള്ളാം. എന്തായാലും തീർച്ചയായിട്ടും ജയറാമിന്റെ ഒരു കംബാക്ക് ആണ്. ജയറാമിന്റെ കംബാക്ക് കേട്ടോ, അങ്ങനെ കാണാവുന്നതാണ്. നല്ലൊരു ഫിലിമാണ്. ഓവറോൾ നല്ല സ്റ്റോറി ഉണ്ട്, നല്ല റേറ്റിംഗ് ആണ്. പിന്നെ നല്ല എഡിറ്റിംഗ്, നല്ല ഹൈ ക്വാളിറ്റിയിൽ എഡിറ്റിനുണ്ട് പടം. നല്ല തിയേറ്റർ എഫക്റ്റ് ഉണ്ട്. നിങ്ങൾ തിയേറ്ററിൽ വന്ന് തന്നെ കാണണം തീർച്ചയായിട്ടും. ഡീസൻ്റ് ആയിരുന്നു. ബ്രോ ഫോണിക്സ് പോലെയാണോ അതോ അല്ല സെക്കൻഡ് ഹാഫ് ഒരു ഫുൾ ഡ്രാമയാണോ അതോ? അല്ലല്ലോ, നല്ല ത്രില്ലിംഗ് ആണ്, നല്ല എൻഗേജിംഗ് ആണ്. സ്ലോ ഇമോഷണൽ ആണ്, പക്ഷെ അങ്ങനെ സ്ലോ പേസ് ഒന്നും നല്ല ഫാസ്റ്റ് ആയിട്ട് നല്ല എൻഗേജിംഗ് ആട്ടോ. ജയറാമിന്റെ ഒരു കംബാക്ക് ആയിരിക്കും. പുള്ളി അടിപൊളിയായിട്ട്. ഒരു ഹോസ്പിറ്റൽ ഡ്രാമയാണോ അതല്ല കുറച്ചുകൂടെ നല്ല ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടാണ് എടുത്തേക്കുന്നത്? എനിക്ക് അഞ്ചാം പാർട്ടിയുടെ അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഇതാണ് എങ്ങും ബോറായിട്ടോ അങ്ങനെയൊന്നുമില്ല. അടിപൊളി പടമാണ്, സൂപ്പറാണ്. മെഡിക്കൽ ത്രില്ലർ എന്ന് പറയുന്നെങ്കിലും അത്യാവശ്യം സെക്കൻഡ് ഹാഫ് പഠിപ്പിച്ചാണ്. അത്യാവശ്യം സീറ്റെട്ടിലേക്ക് കയറി വരുന്ന സംഭവമാണ്. ഒരു സീനൊക്കെ ഉണ്ട്, അത്യാവശ്യം ഹൈ ആണത്. അത് എല്ലാവർക്കും അറിയായിരിക്കും, ബട്ട് ഞാനായിട്ട് പറയുന്നില്ല. സൂപ്പറാണ്. BGM അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ഇടിച്ചിടിച്ച് നിൽക്കുന്ന ജഗദീഷ് പറയാൻ പറ്റും. ജഗദീഷ് സൂപ്പറാണ്. നല്ലൊരു ജയറാമിന്റെ കംബാക്ക് ആണോ? ഓൾറെഡി കമ്പാക്ട് ആണല്ലോ, പല സിനിമകളിലും കമ്പാക്ട് ആണല്ലോ. ഇങ്ങനെ വലിയ കമ്പാക്ട് ആയിട്ടൊന്നും തോന്നുന്നില്ല. അഞ്ചാം ഭാര്യ ലെവലുണ്ട്. ആ ലെവലില്ല, എങ്കിലും ഭയങ്കര നല്ലൊരു എൻഗേജിങ് ആയിട്ടുള്ള നല്ല സ്റ്റോറിയാണ്. നല്ല രസമാണ്. ഓവറോൾ നല്ല രസമാണ്. അഞ്ചാം പാതിര പ്രതീക്ഷിച്ചാണ് തിയേറ്ററിലോട്ട് വരാനെങ്കിൽ നല്ല രീതിയിൽ നിരാശപ്പെടും. എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രോ ഉണ്ട്, അതൊരു 1.5 സാധനം. അതാണ് ഈ പടത്തിന്റെ സേവിങ് പോയിന്റ്. പക്ഷെ അത് ആളുകൾ എങ്ങനെ എടുക്കും എന്നുള്ളത്, ആ സാധനത്തിനെ മാത്രം വെച്ച് ഈ പടത്തിനെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സംശയമാണ്. ജയറാമേട്ടൻ്റെ ഒരു കംബാക്ക് തന്നെയാണ് പടം. കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ കിഡില്ല വ്യത്യസ്തം. ഓക്കെ, താങ്ക് യു. ക്യാമിയോസ് ഒക്കെ ആണെങ്കിലും കൊള്ളാം. ജയറാമിൻ്റെ നല്ലൊരു കംബാക്കാണ്. പുള്ളി അത്യാവശ്യം നല്ല ഒരു സീരിയസ് റോൾ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ വിനോദിന്റെ മ്യൂസിക് ആയാലും ഇല്ല, ഒരു 5-10 ലെവൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യണ്ട. എന്നാലും ത്രില്ലിംഗ് എന്ന് പറയുന്ന ത്രില്ലറാണ്. നമുക്ക് ഒരു ടൈമിലും ലാഗ് ഒന്നും ഫീൽ ചെയ്യില്ല. ഇത് സ്റ്റോറി എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് ഒരു നേരത്തെ അഡ്വാൻസ് നമുക്ക് ഒരു ഐഡിയ ഒന്നും കിട്ടില്ല. സ്റ്റോറി ഡെവലപ്പിനനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയാണ് പോകുന്നത് എന്നുള്ള എല്ലാം ജയറാമിന്റെ ഒരു കംബാക്ക് ആയിരിക്കും. ജയറാമിന്റെ ആക്ച്വലി ജയറാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും കോമഡി അങ്ങനത്തെ ടൈപ്പ് പടമായിരുന്നു. ഇതിപ്പം വേറെ രീതി, ഞാൻ പറഞ്ഞ വിന്റർ ടൈപ്പ് പോലത്തെ ഒരു പടം, ത്രില്ലർ ടൈപ്പ്. ജയറാമിന്റെ കൊള്ളായിരുന്നു.